Advance happy birthday അർപ്പിത. ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആള് ഒഡീഷയാണ്, 1 മാസത്തേക്ക് നാട്ടിൽ പോവുക. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയതാണ്. അവളുടെയും എൻ്റെയും ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഗുഫ റെസ്റ്റോറൻറ്റിലേക്കാണ്, ബാംഗ്ലൂർ മല്ലേശ്വരത്തുള്ളത്. ഇതിൽ ഗുഫ മീൻസ് ഗുഹ ആണെന്ന് അവിടെ പോയപ്പോഴാണ് മനസ്സിലായേ. ഒരു ഗുഹയുടെ തീമിലാണ് മൊത്തത്തിൽ ആ റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുള്ളത്. പുലിയുടെ രീതിക്കുള്ള മെനു കാർഡും മറ്റേ വേട്ടക്കാരുടെ രീതിക്കുള്ള കോസ്റ്റ്യൂമും ഒക്കെ ഇട്ടിട്ടുള്ള വെയിറ്റേഴ്സൊക്കെ ആയിരുന്നു. ട്രീറ്റ് അവിടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇമാതിരി ഒരു റെസ്റ്റോറൻറ്റിലേക്കാവും കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. തീമും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി, പക്ഷേ എല്ലാ സെറ്റപ്പും കൂടി കണ്ടപ്പോൾ റേറ്റിൻ്റെ കാര്യം ആലോചിച്ച് ഒരുപാട് ടെൻഷനും ആയിട്ട് ന്യൂ ബുക്ക് വരുന്നവരെ കാത്തിരുന്നു. അതിനുള്ളിൽ തന്നെ അവർ ഓഡിയോസൊക്കെ വെച്ചിട്ടുണ്ട്, പുലി വരുന്നതായിട്ടും കിളികളുടെ സൗണ്ടും വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് വെള്ളച്ചാട്ടങ്ങളും ആറാലകളും 8 ചെലന്തിവലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നല്ലൊരു ആംബിയൻസ് ആണ്, വളരെ പീസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അധികം പേരൊന്നുമില്ല. വിത്ത് ബാർ കൗണ്ടർ ഉണ്ടായിരുന്നേ. അപ്പോൾ ബാർ കൗണ്ടറിൻ്റെ മോക്ടെയിൽസും കോക്ടെയിൽസും ഒക്കെ ആയിട്ടുള്ള ഒരു വൈനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മെനു ബുക്ക് ഉണ്ടായിരുന്നു. നോർമൽ ഫുഡ് കിട്ടുന്ന ഒരു മെനു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് സ്റ്റാർട്ടറായിട്ട് പനീറാണ്. കാരണം കൂട്ടത്തിൽ ഒരാൾ വെജിറ്റേറിയൻ ആണ്. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടറായിട്ടാണ് ഇതാണ് പനീർ. സ്മോക്കി ടേസ്റ്റ് ആയിരുന്നു, ഗ്രില്ല് ചെയ്ത പോലത്തെ ഒരു ടേസ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ശരിക്കും ഇവിടെ വന്നിട്ട് 2 വട്ടം പനീർ കഴിച്ചപ്പോഴാണ് ഓക്കെ ടേസ്റ്റുള്ള സാധനമാണെന്ന് മനസ്സിലായി. എനിക്ക് നാട്ടിൽ നിന്ന് കഴിച്ചിട്ട് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ ബിരിയാണിയുടെ കാര്യം പറയണ്ടല്ലോ, നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റേ അല്ല. ഇവിടെ വന്നിട്ടൊരു 5-10 തരം ബിരിയാണി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടതെന്ന് പറയാനുള്ളൊരു ഇഷ്ടമൊന്നും ഒരു ബിരിയാണിയോടും തോന്നിയിട്ടില്ല. മസാലാസൊക്കെ ഡിഫറെൻ്റാണ്. നമ്മളിവിടെ പനീർ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും കുഴപ്പമില്ല, കൊള്ളാം എന്ന് തന്നെയുള്ളൂ. നമ്മുടെ ബിരിയാണിയുടെ 7 ഇലയത്ത് വരില്ല. നമ്മുടെ നാട്ടിലെ തലശ്ശേരിയും മലബാറിയൊക്കെ തന്നെയാണ് നല്ലത്. അങ്ങനെ 2 ബിരിയാണി വാങ്ങിച്ച് നമ്മൾ 4 ആൾ കഴിച്ചിട്ട് പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 മൊഹിറ്റോ ടൈപ്പാണ് ഓർഡർ ചെയ്തത്. ഒന്ന് ഒരു ഗുവാവ പേരക്കയുടെ ആയിരുന്നു. എരിവും പുളി അങ്ങനത്തെ അല്ലെങ്കിൽ കച്ചാ മാംഗോ ബൈറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുള്ള ആ ഒരു ഫ്ലേവറായിരുന്നു. പച്ചമാങ്ങയുടെ മാംഗോ ടാങ്കോ എന്ന് പറഞ്ഞ ഫ്ലേവറായിരുന്നു. നമ്മൾ മൊത്തം സ്ഥലങ്ങളൊക്കെ ഒന്ന് നടന്ന് കണ്ടു. വെള്ളത്തിൽ കാല് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരു വലിയൊരു ഹാള് മുഴുവൻ അങ്ങനെയാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ വെള്ളം ഉണ്ടായിരിക്കും. ചെറിയൊരു സ്റ്റൂളുണ്ട് കാല് കയറ്റി വെക്കാൻ വേണ്ടി. അവിടെ കയറുമ്പോൾ ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് വേണം കയറാൻ. മൊത്തം ഒരു ഗുഹയുടെ ഉള്ളിലായിട്ടാണ് എല്ലാ ടേബിളുകളും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ചില സ്ഥലത്ത് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരിക്കും, ചില സമയത്ത് ഇതുപോലെ ചെലന്തിവലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് തന്നെ ചെറിയൊരു ബാർ കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോട്ടായിട്ടുള്ളതും ഉണ്ട്, മോക്ടെയിൽസ്, കോക്ടെയിൽസ്, മൊഹിറ്റോ, നമുക്ക് എന്താണോ പ്രിഫർ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ പുറത്ത് വന്നു. ഇരിപ്പിടം കണ്ടല്ലോ, ഒരു സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു എഫക്റ്റൊക്കെയാണ്. മൊത്തത്തിലെ അറ്റ്മോസ്ഫിയറും ആംബിയൻസും ഒക്കെ സൂപ്പർ പൊളിയായിരുന്നു. ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല, പോകുമ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ സ്ലിപ്പർ ഇട്ടിട്ടാണ് പോയത്. ഒരു 10-20 മിനിറ്റ് നടക്കാനുള്ള ദൂരെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇന്നൊരു നല്ല ദിവസമായിരുന്നു.